എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പഴുത്ത മാങ്ങ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യണമെന്ന് കാണിച്ചിരുന്നു. അതേപോലെ തന്നെ നമുക്ക് പച്ച മാങ്ങയും ഒരു വർഷത്തേക്കൊക്കെ കേടാവാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പം അതിനായിട്ട് നമുക്ക് കിട്ടാവുന്ന അത്രയും പച്ചമാങ്ങകളെടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു വെക്കാം. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലത്തെ പീസുകളാക്കാം. ഇനി ഒരു ടിപ്പുണ്ട്. അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഴുത്ത മാങ്ങ പോലെ പച്ച മാങ്ങയും സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ഈ മാങ്ങ കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കാൻ പാകത്തിലുള്ള വെള്ളം എടുക്കാം. അതിലേക്ക് 2-3 ടീസ്പൂൺ പഞ്ചസാര ഇടാം. പിന്നെ വേണ്ടത് വിനീഗറാണ്. വിനീഗർ സുർക്ക എന്നൊക്കെ പറയും. അപ്പോൾ വിനീഗറും ഇതുപോലെ 3 ടീസ്പൂൺ വിനീഗറും നമ്മൾ അതിൽ ചേർത്ത് കൊടുക്കണം. ഇതേ വെള്ളത്തിലേക്ക് തന്നെ വിനീഗറും പഞ്ചസാരയും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നന്നായിട്ടൊന്ന് അലിയിപ്പിച്ചെടുക്കുക. ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈ മെത്തേഡിൽ ഞാൻ മാങ്ങ സൂക്ഷിക്കാൻ തുടങ്ങിയിട്ട് 3-4 വർഷങ്ങളായിട്ടോ. അപ്പോൾ എനിക്കത് കുഴപ്പമില്ലാണ്ട് തന്നെ ഒരു വർഷത്തിലധികമായ മാങ്ങയും ഇവിടെ ഇരിക്കുന്നുണ്ട്, ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ അതിനും പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. നല്ല പച്ചമാങ്ങയുടെ അതേ ടേസ്റ്റ് തന്നെ അത് വരുന്നുണ്ട്. ഇപ്പോൾ ഏതാണ്ട് പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ മാങ്ങ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പം മുറിച്ച് വെച്ച മാങ്ങ ഒക്കെ ഞാൻ അതിൽ ഈ വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് നമുക്ക് അടച്ച് വെക്കാം. മാങ്ങ ഇട്ട് കൊടുത്ത ശേഷം സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കുക. എല്ലാ ഭാഗത്തും ആ വെള്ളം ഒന്നായിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെക്കുക. 5 മിനിറ്റും വേണമെന്നില്ല. ജസ്റ്റ് ഒന്ന് നന്നായി ഇളക്കി കൊടുത്താലും മതി. പിന്നെ അതിലത്തെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞതിന് ശേഷം ഇത് ഡ്രൈ ആയിട്ടുള്ള ഒരു തുണിയിലേക്ക് ഇടുക. ഞാനിവിടെ ഒരു ടർക്കിയാണ് എടുത്തിട്ടുള്ളത്. ടർക്കിയോ തോർത്തോ എന്തായാലും വേണ്ടില്ല. അതിലേക്ക് ഇട്ട് അതൊന്ന് വെള്ളം വാലണം. അപ്പോൾ കുറച്ച് നേരം ഫാനിൻ്റെ അടിയിൽ വെച്ചിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നോട്ടെ. പിന്നെയും വെള്ളം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഇതുപോലെ ടർക്കിയോ തോർത്തോ എന്താ നിങ്ങൾ യൂസ് ചെയ്യുന്നെങ്കിൽ അതുകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫുള്ളായിട്ടും അതിലത്തെ വെള്ളം പോയി നല്ല ഡ്രൈ ആയിട്ട് വരണം കേട്ടോ ഈ മാങ്ങ കഷ്ണങ്ങൾ. പിന്നീട് ഈ മാങ്ങ കഷ്ണങ്ങളൊക്കെ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലാണ് ഞാൻ ആക്കുന്നത്. അപ്പോൾ പാത്രത്തിൻ്റെ അടിയിൽ ടിഷ്യൂ പേപ്പർ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഈർപ്പുണ്ടെങ്കിൽ അതിലേക്ക് വന്നോട്ടെ എന്ന് കരുതിയിട്ടാണ്. ഇനി ഈ പാത്രത്തിൽ അടച്ച് വെച്ച് ഒരു 2 മണിക്കൂർ ഫ്രീസറിൽ വെക്കാം. അതിനുശേഷം വീണ്ടും അതെടുത്തിട്ട് ഇതുപോലുള്ള സിബ്ലോക്ക് കവറിലാക്കിയിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഈ മാങ്ങയ്ക്ക് ഒരു കേടും വരില്ല. ഇതുപോലെ നമ്മൾ ഒരു വർഷം മുമ്പ് സൂക്ഷിച്ച് വെച്ച മാങ്ങയാണ് ഞാനിപ്പോൾ അടുത്തിടെ യൂസ് ചെയ്തത് കേട്ടോ. അതിന് യാതൊരു കേടും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം നമ്മൾ സൂക്ഷിച്ച മാങ്ങ കൊണ്ട് ഇത്തവണ ഞാൻ ചെമ്മീൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണത്തെ മാങ്ങ നമുക്ക് മാങ്ങ സീസണൊക്കെ കഴിഞ്ഞാൽ മാങ്ങ കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ എടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വിശേഷം അത്രയേ ഉള്ളൂ. അപ്പം മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.